ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിന്റെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു ന്യൂസുമായിട്ടാണ്. അത് WWE കാര്യമല്ല, AEWയുടെ കാര്യമാണ്. കാരണം AEWയിൽ ഡബിൾ ഓർ നത്തിങ് എന്ന് പറയുന്ന ഒരു മെയിൻ ഇവന്റ് വരുന്നുണ്ട്. ആ ഒരു മെയിൻ ഇവന്റിൽ കോഡി റോഡ്സിന്റെ എതിരാളി ആരെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതായിരിക്കുന്നു. അത് ആരാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. AEWന്റെ ഡബിൾ ഓർ നത്തിങ് എന്നുള്ള പരിപാടിയിൽ ക്രിസ്റ്റ്യോറിക്കോ വേഴ്സസ് കെന്നി ഒമേഗ ഒരു മാച്ച് നമ്മൾ കണ്ടു. പക്ഷേ കോഡി റോഡ്സിന് ഏത് മാച്ച് കൊടുക്കുമെന്ന് നമ്മൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ എതിരാളി ആരായിരിക്കും AEWയിൽ എന്നുള്ളതും അറിയില്ലായിരുന്നു. ഇപ്പോൾ അതിന്റെ ഉത്തരം AEW തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഡസ്റ്റിൻ റോഡ്സ് ആണ്. ഈ ഡസ്റ്റിൻ റോഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവില്ല, ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഗോൾഡസ്റ്റ്. നമ്മുടെ WWEയിലെ പഴയ സൂപ്പർ സ്റ്റാർ ആയ ഗോൾഡസ്റ്റ്. ഇപ്പോൾ കുറെ കാലമായിരുന്നു തോന്നുന്നു അദ്ദേഹം WWEയിലേക്ക് വന്നിട്ട്. വർഷങ്ങളായി WWEയിലുള്ള ഒരു സ്റ്റാറാണ് ഗോൾഡസ്റ്റ്. അദ്ദേഹത്തെ നേരാവണ്ണം WWE ശരിക്കും ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഒരു മിഡിൽ കാർഡ് റെസ്ലറിന് അപ്പുറത്തേക്ക് WWE ഒന്നും നോക്കിയിട്ട് കൂടിയില്ല. ഈ കോഡി റോഡ്സിന്റെ ബ്രദറാണ് ഡസ്റ്റിൻ റോഡ്സ് അഥവാ ഗോൾഡസ്റ്റ്. ഇവർ രണ്ടുപേരും തമ്മിൽ WWEയിൽ ഒരു മാച്ച് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മാച്ചിൽ വളരെയധികം ഒരു ശോകാവസ്ഥയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം ആ സമയത്ത് കോഡി റോഡ്സ് വളരെ ശോകം പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റാർഡസ്റ്റ് എന്ന് പേരുള്ള ആ ഒരു ക്യാരക്ടറായിട്ടായിരുന്നു അദ്ദേഹം അന്ന് WWEയിൽ നടന്നുകൊണ്ടിരുന്നത്. AEW വന്നിട്ടുള്ള സമയത്ത് തന്നെ ഇവർ തമ്മിലുള്ള ഒരു മാച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ WWE വിട്ടുപോകാൻ ഗോൾഡസ്റ്റിന് തീരെ താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം WWE വിട്ടുപോകാൻ തനിക്ക് വിഷമമുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒഫീഷ്യലായി അദ്ദേഹം WWE വിട്ടു എന്ന് തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഷെയർ ചെയ്തിരിക്കുകയാണ്. ഗോൾഡസ്റ്റ് എന്നുള്ള ക്യാരക്ടറിന് ഗുഡ് ബൈ എന്നാണ് അദ്ദേഹം അതിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് AEWയിൽ പുതിയ ഒരു ക്യാരക്ടറായിട്ടായിരിക്കും അദ്ദേഹം വരലുണ്ടാവുക. അതുപോലെ തന്നെ ഒരു വീഡിയോയിൽ വന്ന് കോഡി റോഡ്സിനെ വളരെ വലിയ രീതിയിൽ തെറി വിളിച്ചിട്ടാണ് ഗോൾഡസ്റ്റ് പോയിട്ടുള്ളത്. ഈ റോഡ്സ് ബ്രദേഴ്സിന്റെ ഒരു മാച്ച് റെസൽമേനിയയിൽ കാണാൻ ഒരുപാട് ഫാൻസിന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു, ഒരു മെയിൻ നല്ലൊരു ഇവന്റ് ആയിട്ട് കാണാൻ വേണ്ടി. പക്ഷേ WWE രണ്ടു പേർക്കും തീരെ പുഷും കാര്യങ്ങളൊന്നും കൊടുക്കാതെ അവർ രണ്ടുപേരുടെയും കരിയർ അങ്ങനെ താഴ്ന്നുപോയി. ഇതിപ്പോൾ കോഡി റോഡ്സ് നടത്തുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ നല്ല ഒരു പുഷ് രണ്ടു പേർക്കും ഉണ്ടായിരിക്കും. നല്ലൊരു മാച്ച് തന്നെയായിരിക്കും AEWയിൽ കാണാൻ കഴിയുക എന്നുള്ളത് ഏകദേശം നമുക്ക് ഉറപ്പിക്കാം. ഈ ഗോൾഡസ്റ്റ് 9 തവണ WWE ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പും 3 തവണ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പും വിജയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.